11ാം സ്ഥാനത്തായിരുന്ന ഇന്ത്യ കഴിഞ്ഞ 11 വർഷക്കാലത്തിനിടയിൽ ബഹുമാന്യനായിട്ടുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയുടെ നേതൃത്വത്തിൽ 11ാം സ്ഥാനത്ത് നിന്ന് 4ാം സ്ഥാനത്തേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. അന്താരാഷ്ട്ര തലത്തിൽ സാമ്പത്തിക വിദഗ്ധന്മാരായിട്ടുള്ള ആളുകൾ ഒക്കെ പ്രവചിച്ചിട്ടുള്ളത് അധികം വൈകാതെ ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വലിയ 3 സാമ്പത്തിക ശക്തികളിൽ ഒന്നായിട്ട് മാറും എന്നുള്ള ഒരു കാര്യമാണ്. സ്വാഭാവികമായും അത് ലോകത്തിൽ പലർക്കും വലിയ സന്തോഷം തരുന്ന ഒരു കാര്യമല്ല. അതുകൊണ്ട് ലോകത്തിലെ വൻശക്തികൾ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ആ രാജ്യങ്ങൾ ഇന്ത്യയുടെ വളർച്ചയെ തടയാൻ ആവശ്യമായിട്ടുള്ള എല്ലാ ശ്രമങ്ങളും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സാമ്പത്തിക മേഖലയിൽ ഇന്ത്യക്കെതിരായിട്ട് ഏർപ്പെടുത്തിയിട്ടുള്ള തീരുവ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ടുള്ളതാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി ഇതിനെ മറികടക്കാൻ ആവശ്യമായിട്ടുള്ള നടപടികൾ കൈക്കൊണ്ടുവരുന്നു എന്നുള്ളതും നമുക്കെല്ലാവർക്കും അറിയാം. അതിനിടയിലാണ് ഈ കഴിഞ്ഞ ദിവസം ഇന്ത്യയുടെ കഴിഞ്ഞ 3 മാസക്കാലത്തെ ഈ സാമ്പത്തിക വർഷത്തെ ആദ്യ പാദം ഏപ്രിൽ, മെയ്, ജൂൺ ഈ 3 മാസക്കാലത്തെ വളർച്ച ആളോഹരി വരുമാനത്തിലുള്ള ഇന്ത്യയുടെ മൊത്തം ഉൽപാദനത്തിലുള്ള വളർച്ച, ആ ഉൽപാദനത്തിലുള്ള വളർച്ച ഏതാണ്ട് 7.8%. ലോകത്തിലെ വലിയ സാമ്പത്തിക ശക്തികളുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ ഇന്ത്യ അഭൂതപൂർവമായിട്ടുള്ളൊരു കുതിപ്പാണ് നടത്തിയിരിക്കുന്നത്. പ്രത്യേകിച്ച് കാർഷിക മേഖലയും ഉൽപാദന മേഖലയിലും ഒക്കെ ഉണ്ടായിട്ടുള്ള വികസനം അല്ലെങ്കിൽ പുരോഗതി, ആ പുരോഗതി ഇന്ത്യയെ തളർത്താൻ ശ്രമിക്കുന്ന ശക്തികൾക്കുള്ള വലിയൊരു മുന്നറിയിപ്പാണ്. രാജ്യത്തിന്റെ എല്ലാ ഭാഗത്തും നടന്നുകൊണ്ടിരിക്കുന്ന വികസന പ്രവർത്തനങ്ങളും അതിന്റെ ഭാഗമാണ്. നമ്മുടെ ദേശീയപാത, നമ്മുടെ ഈ മണ്ഡലത്തിലൂടെ കടന്നു പോകുന്ന കഴക്കൂട്ടം കാരോട് ബൈപ്പാസ്, ആ കഴക്കൂട്ടം കാരോട് ബൈപ്പാസ് എത്രയോ കാലം ഈ നാട്ടിലെ ജനങ്ങൾ മുഴുവൻ സ്വപ്നം കണ്ടിരുന്ന ഒരു പദ്ധതിയാണ്. ആ പദ്ധതി യാഥാർത്ഥ്യമായത് നരേന്ദ്രമോദി സർക്കാരിന്റെ കാലത്താണ്. അതോടൊപ്പം റെയിൽപാതകൾ, ഉദാഹരണത്തിന് നമ്മുടെ ഇതേ പ്രദേശത്തുള്ള കൊച്ചുവേളി സ്റ്റേഷൻ, ആ കൊച്ചുവേളി സ്റ്റേഷൻ തിരുവനന്തപുരം നോർത്ത് സ്റ്റേഷൻ എന്നുള്ള നിലയിൽ നാമകരണം ചെയ്തുകൊണ്ട് ധാരാളം തീവണ്ടികൾ തമ്പാനൂർ വരെ പോയിരുന്ന നേരത്തെ ഉണ്ടായിരുന്ന സ്ഥിതിക്ക് പകരം കൊച്ചുവേളിയിൽ ആ തീവണ്ടികൾ ആരംഭിക്കുകയും അവസാനിപ്പിക്കുകയും ചെയ്യുന്ന ഒരു പുതിയൊരു ശ്രമം. അതിലൂടെ കൊച്ചുവേളിയും പരിസര പ്രദേശങ്ങളിലും ഉണ്ടാകാൻ സാധ്യതയുള്ള വികസനം. കാരണം തീവണ്ടികൾ അവിടെ അവസാനിക്കുന്നു എന്ന് പറയുമ്പോൾ, തീവണ്ടികൾ അവിടെ നിന്ന് ആരംഭിക്കുന്നു എന്ന് പറയുമ്പോൾ ധാരാളം ആളുകൾ യാത്ര ചെയ്ത് അവിടെ എത്തുകയും അവിടെ നിന്ന് വണ്ടി കയറുകയും അവിടെ വണ്ടി ഇറങ്ങുകയും ചെയ്യുന്ന ഒരു സ്ഥിതി. അതിനനുസൃതമായിട്ട് അവിടെ നിന്ന് ബസ് സർവീസ് ഉണ്ടാകും, മറ്റ് സർവീസുകൾ ഉണ്ടാകും, കച്ചവട സ്ഥാപനങ്ങൾ ഉണ്ടാകും. അങ്ങനെ തമ്പാനൂരിലും പരിസരത്തും ഉണ്ടായിരുന്ന വികസനം കൊച്ചുവേളിയിലും പരിസരത്തും ഉണ്ടാകാനുള്ള ഒരു സാഹചര്യം, ആ സാഹചര്യമാണ് ഉരുത്തിരിഞ്ഞു വരുന്നത്. അതോടൊപ്പം നമ്മുടെ ഈ പ്രദേശത്തിന്റെ പൊതുവായിട്ടുള്ള വികസനത്തിന് ഗുണകരമായിട്ടുള്ള കഴക്കൂട്ടത്തെ നമ്മുടെ ടെക്നോ പാർക്ക് ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾ, ഇതെല്ലാം ഒരു വശത്ത് നാടിന്റെ പുരോഗതി ഉറപ്പുവരുത്തുന്ന പ്രവർത്തനങ്ങളാണ്. റെയിൽവേയിലും വിമാനത്താവളത്തിലും റോഡിന്റെയും ഒക്കെ കാര്യത്തിൽ, അതോടൊപ്പം ഈ നാട്ടിലെ സാധാരണക്കാർക്ക് എല്ലാവർക്കും വൈദ്യുതി ലഭ്യമാക്കാൻ, എല്ലാ വീടുകളിലും ശുചിമുറികൾ ലഭ്യമാക്കാൻ, എല്ലാ പ്രദേശങ്ങളിലും സഞ്ചാരയോഗ്യമായിട്ടുള്ള റോഡുകൾ ഉണ്ട് എന്ന് ഉറപ്പുവരുത്താൻ, എല്ലാവർക്കും കുടിവെള്ളം ലഭ്യമാക്കാൻ
എല്ലാവർക്കും വീടുകൾ ഉണ്ടാകുന്നു എന്ന് ഉറപ്പുവരുത്താൻ ഒക്കെയുള്ള ശ്രമങ്ങൾ സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുകയാണ്, കേന്ദ്ര സർക്കാർ. അതിന്റെ ഭാഗമായിട്ടാണ് പ്രധാനമന്ത്രി ആവാസ് യോജനയിൽ ഉൾപ്പെടെ പുതുതായിട്ട് ആളുകൾക്ക് അപേക്ഷിക്കാനുള്ള ഒരു സാഹചര്യം ഉൾപ്പെടെ കേന്ദ്ര സർക്കാർ നിശ്ചയിച്ചിട്ടുള്ളത്. ദൗർഭാഗ്യവശാൽ നമ്മുടെ സംസ്ഥാനത്ത് ഏതാണ്ട് ഒരു ദശാബ്ദക്കാലത്തിനപ്പുറത്ത് നടത്തിയ സാമൂഹ്യ സാമ്പത്തിക സർവേയുടെ അടിസ്ഥാനത്തിലാണ് ഇന്നും വീടുകൾക്ക് അർഹരായിട്ടുള്ള ആളുകളെ കണ്ടെത്താനുള്ള മാനദണ്ഡമായിട്ട് നിശ്ചയിച്ചിട്ടുള്ളത് എന്നുള്ളത് അർഹരായിട്ടുള്ള ധാരാളം ആളുകൾക്ക് അവർക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ ലഭ്യമാകുന്നതിന് തടസ്സം സൃഷ്ടിക്കുന്നു എന്നുള്ളതും നമുക്കെല്ലാവർക്കും അറിയാം. ഇതൊക്കെ ഒരു വശത്ത് നരേന്ദ്രമോദി സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുമ്പോഴും മറുവശത്ത് ക്ഷേമ പെൻഷനാണെങ്കിലും നമുക്ക് ഓണത്തിന് കിട്ടേണ്ട അരിയാണെങ്കിലും ഇതെല്ലാം സാധാരണക്കാർക്ക് ലഭ്യമാക്കാൻ ആവശ്യമായിട്ടുള്ള നടപടികൾ എടുക്കുന്നതിൽ സംസ്ഥാന സർക്കാർ പരാജയപ്പെട്ടതും നമുക്കെല്ലാവർക്കും അറിയാം. ഈ കാര്യങ്ങൾ പോലും കേന്ദ്ര സർക്കാർ നൽകുന്നത് കൊണ്ടാണ് ഇന്ന് കേരളത്തിലെ ജനങ്ങൾ പട്ടിണിയില്ലാതെ ജീവിക്കാൻ സാധിക്കുന്നത്. നമുക്ക് കോവിഡിന്റെ കാലത്തും അതിനുശേഷവും റേഷൻ കടകളുടെ മുന്നിലൊക്കെ മുഖ്യമന്ത്രിയുടെയും അതുപോലെ ഭക്ഷ്യ വകുപ്പ് മന്ത്രിയുടെയും പടം അച്ചടിച്ചിട്ടുള്ള പോസ്റ്റർ പതിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ അവർക്ക് ഈ അരി തരുന്ന കാര്യത്തിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് പരിശോധിച്ചാൽ അവർക്ക് ഇക്കാര്യത്തിൽ ഒരു പങ്കുമില്ല എന്നുള്ള കാര്യം നമുക്കെല്ലാവർക്കും വളരെ വ്യക്തമായിട്ടാണ്. കാരണം അത് സർക്കാർ തന്നെ പറഞ്ഞിട്ടുണ്ട്. ക്ഷേമ പെൻഷൻ 2 മാസം മുടങ്ങിയപ്പോൾ പറഞ്ഞത് കേന്ദ്രത്തിൽ നിന്ന് കിട്ടേണ്ട പണം കിട്ടിയിട്ടില്ല. അപ്പോൾ കേന്ദ്രത്തിൽ നിന്ന് കിട്ടിയിട്ടുള്ള പണം കിട്ടാത്തത് കൊണ്ടാണ് 2 മാസം മുടങ്ങുന്നതെങ്കിൽ ഇപ്പോൾ അത് കൊടുക്കാൻ തുടങ്ങിയത് കേന്ദ്രത്തിൽ നിന്ന് പണം കിട്ടിയത് കൊണ്ടാണ് എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റും. അതേസമയത്ത് ധൂർത്തിന്റെ കാര്യത്തിൽ ഒരു കുറവും ഈ സർക്കാർ വരുത്തുന്നില്ല. നമ്മൾ കണ്ടു, കേരളീയം എന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞ വർഷം നടത്തിയ ഒരു വലിയ പരിപാടി. ആ പരിപാടിയുടെ പേരിൽ കോടിക്കണക്കിന് രൂപയാണ് ചെലവഴിച്ചത് സിനിമാ താരങ്ങളെ കൊണ്ടുവന്ന് പരിപാടികൾ സംഘടിപ്പിക്കാൻ. ഇന്ന് ഇന്നത്തെ ഒരു വലിയ പരിപാടി, മുഖ്യമന്ത്രിയുടെ പരിപാടി വയനാട്ടിൽ പുതിയൊരു തുരങ്കം നിർമ്മിക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടി. വയനാട്ടിൽ തുരങ്കം നിർമ്മിക്കുന്നത് കഴിഞ്ഞ വർഷം മേപ്പാടിയിൽ ഉരുൾപൊട്ടലും മണ്ണിടിച്ചിലും ഒക്കെ ഉണ്ടായിട്ടുള്ളതിന്റെ ഫലമായിട്ട് നിരവധി ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെട്ട അതേ പ്രദേശത്താണ് ഇപ്പോ പുതുതായിട്ട് തുരങ്കം ഉണ്ടാക്കുന്നത്. ആ തുരങ്കം പ്രാവർത്തികമാവുക എന്നുള്ളത് ഏതാണ്ട് അപ്രായോഗികമായിട്ടുള്ള ഒരു കാര്യമാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. കേന്ദ്ര സർക്കാരിന് നൽകിയ ശുപാർശ, ഈ പദ്ധതിക്ക് വേണ്ടിയിട്ടുള്ള അപേക്ഷ, കേന്ദ്ര സർക്കാർ അതിന് നൽകിയിട്ടുള്ള മറുപടിയിൽ 60 ഉപാധികൾ വെച്ചുകൊണ്ടാണ് കേന്ദ്ര സർക്കാർ മറുപടി നൽകിയിട്ടുള്ളത്. ഇന്ന കാര്യങ്ങൾ പൂർത്തിയാക്കിയാൽ മാത്രമേ ഈ തുരങ്കത്തിന്റെ നിർമ്മാണം നടത്താൻ പ്രാവർത്തികമാക്കാൻ സാധിക്കുകയുള്ളൂ. ആ ഉപാധികൾ ഇവിടെയും പൂർത്തിയാക്കിയിട്ടില്ല. അതേസമയത്ത് ഇന്ന് ലക്ഷക്കണക്കിന് രൂപ പൊടിപിടിച്ചുകൊണ്ട് ഉദ്ഘാടന മാമാങ്കം നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഓർമ്മയുണ്ടാവും, 10 വർഷം മുമ്പ് ഉമ്മൻചാണ്ടിയുടെ സർക്കാർ ഭരണമൊഴിയുന്ന ആ കാലഘട്ടത്തിൽ നാട് മുഴുവൻ നടന്ന് ഉമ്മൻചാണ്ടിയുടെ സർക്കാരിന്റെ ആഭിമുഖ്യത്തിൽ വികസനമുണ്ടായി എന്നുള്ള ധാരണ ജനങ്ങളിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിരവധി ഉദ്ഘാടന മാമാങ്കങ്ങൾ നടന്നു. ആ ഉദ്ഘാടന മാമാങ്കങ്ങൾ ആ ഉദ്ഘാടന ചടങ്ങിന്റെ കല്ലിടലിന്റെ അപ്പുറത്ത് അല്ലെങ്കിൽ അനാച്ഛാദനത്തിന് അപ്പുറത്ത് ഒരു പ്രയോജനവും ഈ നാട്ടിലെ ജനങ്ങൾക്കുണ്ടാക്കിയില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മുടെ നാട്ടിലും അത് തന്നെയാണ് വിവിധ മേഖലകളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു വശത്ത് നരേന്ദ്രമോദി സർക്കാർ ഈ നാട്ടിൽ പുരോഗതിയും വികസനവും ഉണ്ടാക്കാൻ ശ്രമിക്കുമ്പോൾ മറുവശത്ത് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് സ്വന്തമായിട്ട് ഒരു കാര്യവും ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്യാൻ കഴിയാത്തൊരു സാഹചര്യം, ചെയ്യാൻ ശ്രമിക്കാത്ത സാഹചര്യം. പകരം കോടിക്കണക്കിന് രൂപ പൊടിപിടിച്ചുകൊണ്ട് നവകേരള സദസ്സ് പോലെയുള്ള പരിപാടികൾ, ഇനിയിപ്പോൾ പുതുതായിട്ട് വികസന സദസ്സ് വരാൻ പോവുകയാണ്.
വികസന സദസ്സിന് വേണ്ടിയിട്ട് 50 കോടി രൂപ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തനത് ഫണ്ടിൽ നിന്ന് ചെലവാക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ നടക്കുന്ന വെട്ടിപ്പ്, തിരുവനന്തപുരം കോർപ്പറേഷനിൽ ആവശ്യത്തിന് ഉള്ള കാര്യങ്ങൾ ചെയ്യാൻ പോലും പണമില്ലാത്തൊരു കോർപ്പറേഷൻ, ആ കോർപ്പറേഷനിൽ നിന്നും നാളെ വികസന സദസ്സിന് വേണ്ടിയിട്ട് ഒരു മാമാങ്കം നടത്താൻ കോടികൾ ചെലവഴിക്കും. അഴിമതിയിൽ മുങ്ങിക്കുളിച്ച് നിൽക്കുന്ന ഒരു കോർപ്പറേഷനാണ്. ഞാൻ ഈ അടുത്ത ദിവസം നമ്മുടെ ഈ തിരുവനന്തപുരം കോർപ്പറേഷൻ കിച്ചൺ ബിന്നുകൾ സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞ വർഷം ഒരു വലിയ പദ്ധതി ആവിഷ്കരിച്ചു. തിരുവനന്തപുരത്ത് മാത്രം 15 കോടി രൂപയാണ് അതിനു വേണ്ടിയിട്ട് ചെലവഴിച്ചത്. 15 കോടി രൂപ. നമ്മുടെയൊക്കെ വീടുകളിൽ അതിനു വേണ്ടിയിട്ട് ചില പാത്രങ്ങൾ എത്തിച്ചിട്ടുണ്ടായിരുന്നു. ആ പാത്രങ്ങൾ ഇപ്പോൾ ആരെങ്കിലും ഉപയോഗിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ അറിഞ്ഞിടത്തോളം ഒരാൾ പോലും ഉപയോഗിക്കുന്നില്ല. ഈ പാത്രങ്ങൾ വിതരണം ചെയ്യാൻ വേണ്ടി അതിനു മുൻപ് നമ്മുടെ നാട്ടിലൊക്കെ നമ്മുടെ സഹോദരിമാര് ഓരോ വീട്ടിലും വന്ന് ആ മാലിന്യ നിർമ്മാർജ്ജനത്തിന് വേണ്ടിയിട്ട് അത് ശുചീകരണ തൊഴിലാളികൾ എന്നുള്ള നിലയിൽ ജോലി ചെയ്തിരുന്നു. അവർക്കൊരു ചെറിയ വരുമാന മാർഗമായിരുന്നു. പക്ഷെ അവരെല്ലാവരെയും ഈ തൊഴിലിൽ നിന്ന് മാറ്റിക്കൊണ്ട് ഈ കിച്ചൺ ബിന്നുകൾ സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് ശ്രമം നടത്തിയപ്പോൾ ഇത്ര വലിയ താല്പര്യം കോർപ്പറേഷന് ഈ കാര്യത്തിൽ എന്തുകൊണ്ടാണ് എന്ന് സംശയമുണ്ടായി. പിന്നീടാണ് മനസ്സിലായത് 1800 രൂപയാണ് ഒരു കിച്ചൺ ബില്ലിന് വേണ്ടിയിട്ട് കണക്കിൽ സർക്കാർ കാണിച്ചിരിക്കുന്നത്, കോർപ്പറേഷൻ കാണിച്ചിരിക്കുന്നത്. ഈ പാത്രം ഉൽപ്പാദിപ്പിക്കുന്ന കമ്പനികളോട് അന്വേഷിച്ചപ്പോൾ ആ കമ്പനികൾ പറഞ്ഞത് ഇതിന് 500 രൂപയാണ് ശരാശരി വില. 500 രൂപ വില വരുന്ന വസ്തുവാണ് 1800 രൂപയ്ക്ക് നമ്മുടെ ഓരോ സ്ഥലത്തും എത്തിച്ചിട്ടുള്ളത്. എത്ര എണ്ണം എത്തിച്ചു എന്നതിന്റെ ഒരു കണക്കും കോർപ്പറേഷന്റെ കൈവശമില്ല. 15.5 കോടി ചെലവാക്കി എന്നുള്ള കണക്കുണ്ട്. എത്ര എണ്ണം വാങ്ങിയിട്ടാണ് എത്തിച്ചതിന്റെ കണക്ക് സർക്കാരിന്റെ രീതി അനുസരിച്ചിട്ട് ഇങ്ങനെ സപ്ലൈ ചെയ്തു കഴിഞ്ഞാൽ ആദ്യം അത് സ്റ്റോക്ക് രജിസ്റ്ററിൽ എൻട്രി ചെയ്യണം. കോർപ്പറേഷന്റെ സ്റ്റോക്ക് രജിസ്റ്ററിൽ ഇങ്ങനെ ഒരു സാധനം എവിടെയും എൻട്രി ചെയ്തിട്ടില്ല. അത് നേരിട്ട് അതത് പ്രദേശത്ത് ഫീൽഡിൽ എത്തിച്ച് ജനങ്ങൾക്ക് വിതരണം ചെയ്തു. എത്ര വിതരണം ചെയ്തു? 500 എണ്ണം ഓർഡർ ചെയ്തു, 100 എണ്ണം വിതരണം ചെയ്തു. ആർക്കും അറിയില്ല 500 എണ്ണത്തിൽ 500 എണ്ണം ഓർഡർ ചെയ്ത് 500 എണ്ണം കിട്ടിയോ അതോ 100 എണ്ണം മാത്രമേ കിട്ടിയുള്ളൂ. അതിനേക്കാൾ വലിയ തട്ടിപ്പ് ഈ 15 കോടിയുടെ വസ്തു വാങ്ങുമ്പോൾ, സാധാരണ സർക്കാരിന്റെ ഒരു വസ്തു വാങ്ങുമ്പോൾ അതിലൊരു നടപടിക്രമമുണ്ട്. ആ നടപടിക്രമം ഇത് നിർമ്മിച്ചു നൽകാൻ തയ്യാറുള്ള ആളുകൾക്ക് അതിനു വേണ്ടിയിട്ട് അപേക്ഷ സമർപ്പിക്കാം, ടെൻഡർ വിളിക്കുക എന്നുള്ളൊരു പദ്ധതിയുണ്ട്. ആ ടെൻഡർ വിളിച്ച് ഞങ്ങൾ കിച്ചൺ ബിൻ സ്ഥാപിക്കാൻ പോകുന്നു, കിച്ചൺ ബിൻ കോർപ്പറേഷന് സപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾ എത്ര രൂപക്ക് കിച്ചൺ ബിൻ തരാൻ തയ്യാറാണ് എന്നുള്ളതിന്റെ ടെൻഡർ നൽകുക. അങ്ങനെ യാതൊരു പരിപാടിയും നടന്നില്ല. പകരം ഒരു കമ്പനിയെ തെരഞ്ഞെടുത്തു. ആ കമ്പനി CPM-ന്റെ ഒരു മുതിർന്ന നേതാവുമായിട്ട് ബന്ധമുള്ള ആളുടേതാണ് എന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെ ഒരു കമ്പനിയെ തെരഞ്ഞെടുത്ത് ആ കമ്പനിക്ക് തിരുവനന്തപുരത്തെ കിച്ചൺ ബിൻ സപ്ലൈ ചെയ്യാനുള്ള ഉത്തരവാദിത്വം കൊടുക്കുന്നു. ആ കമ്പനി തന്നെ കൊടുത്തിരിക്കുന്ന കണക്ക്, ആ കമ്പനി കൊടുത്തിരിക്കുന്ന ബില്ല് അനുസരിച്ച് 1360 രൂപയാണ് ഇതിന്റെ വില. പക്ഷേ ആ കമ്പനിക്ക് അംഗീകാരമില്ലാത്തതുകൊണ്ട് അംഗീകാരമുള്ള വേറൊരു ഏജൻസിയുടെ പേരിൽ ഇതിനെ ഒന്ന് മാറ്റി. പകരം അംഗീകാരമുള്ള വേറൊരു ഏജൻസി, ആ ഏജൻസിയുടെ പേരിലാണ് ഇത് അവസാനം വാങ്ങിയത്. അപ്പൊ ഏജൻസി അവർക്ക് ലാഭം എന്നുള്ള നിലയിൽ ഏതാണ്ട് 500 രൂപ അവരുടെ വകയായിട്ട് അവരത് എഴുതി ചേർത്തു. 1360 പകരം 1800 ആക്കി. നിയമമനുസരിച്ച് ആ തരത്തിൽ അംഗീകാരമായിട്ടുള്ള ഏജൻസി വഴി സപ്ലൈ ചെയ്യുമ്പോൾ ഈ അധിക തുക ഈടാക്കാൻ പാടില്ല എന്നുള്ളതാണ് നിയമം. ഇങ്ങനെ ഇതെല്ലാം അഴിമതി നടന്നു എന്ന് പറഞ്ഞ് ഇതിന്റെ അന്വേഷണം നടത്താൻ സംസ്ഥാന വിജിലൻസ് വകുപ്പിന്റെ മുന്നിൽ പരാതി എത്തിയപ്പോൾ വിജിലൻസ് വകുപ്പ് കോർപ്പറേഷനോട് പറഞ്ഞു ഇതിന്റെ പിന്നിൽ അഴിമതി നടന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കണം.
നിങ്ങൾക്ക് അത്ഭുതം തോന്നും. ഈ തീരുമാനമെടുത്ത അതേ ഉദ്യോഗസ്ഥ, ഒരു ഉദ്യോഗസ്ഥയാണ് തീരുമാനമെടുത്തത്. ആ ഉദ്യോഗസ്ഥ തീരുമാനമെടുക്കുന്ന ഘട്ടത്തിൽ കിച്ചൺ ബിൽ വിതരണത്തിന്റെ ചുമതലയായിരുന്നെങ്കിൽ ഈ അന്വേഷണം നടത്താൻ വേണ്ടി പറയുന്ന സമയത്തുമ്പോഴേക്ക് അവർ കോർപ്പറേഷന്റെ വിജിലൻസിന്റെ തലവനായി. അവർ തന്നെ അവർക്ക് ഈ കടലാസ് അവരുടെ കയ്യിൽ കിട്ടുന്നു, അവർ തന്നെ എഴുതി വയ്ക്കുന്നു. ഇങ്ങനെയുള്ള ചില ക്രമക്കേടുകളൊക്കെ നടന്നിട്ടുണ്ട്. പക്ഷെ അതൊക്കെ സമയബന്ധിതമായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്തതാണ്, മനഃപൂർവ്വം ചെയ്തതല്ല. അതുകൊണ്ട് ആർക്കും എതിരായിട്ട് നടപടിയെടുക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞാൽ ഈ തിരുവനന്തപുരത്തെ ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്താൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന നികുതി പണത്തിൽ നിന്ന് നമുക്ക് വേണ്ടിയിട്ടുള്ള ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടി മാറ്റിവെച്ചിട്ടുള്ള 10 കോടി രൂപ, 18 കോടി 15.5 കോടിയിൽ 5 കോടി ഞാൻ ശരിക്കുള്ള വിലയുണ്ട് എന്ന് കണക്കാക്കുകയാണ്. അപ്പോ 10 കോടി രൂപ, ആ 10 കോടി രൂപ ആര് വെട്ടിച്ചു? ആർക്കും അറിയില്ല. ഇതാണ് തിരുവനന്തപുരം കോർപ്പറേഷനിലെ നിലവിലുള്ള സ്ഥിതി. അപ്പോൾ ഒരു വശത്ത് നരേന്ദ്രമോദിജിയുടെ സർക്കാരിന്റെ നേതൃത്വത്തിൽ വികസനവും പുരോഗതിയും നടപ്പിലാകുമ്പോൾ മറുവശത്ത് അഴിമതിയും അതുപോലെ കേന്ദ്ര സർക്കാർ നൽകുന്ന പദ്ധതികളുടെ പേരിൽ സ്വന്തം പണം ഒട്ടിച്ചു വെച്ച് അതിന്റെ ക്രെഡിറ്റ് എടുക്കാനുള്ള ശ്രമവും, അതോടൊപ്പം സാധാരണക്കാർക്കും പാവപ്പെട്ടവർക്കും നീതി ലഭ്യമല്ലാത്ത ഒരു സാഹചര്യം, ആ സാഹചര്യം അടിക്കടി ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഇനി അന്നത്തെ പത്രത്തിൽ നമ്മൾ കണ്ട വാർത്ത നമുക്കെല്ലാവർക്കും ഏറ്റവും കൂടുതൽ ദുഃഖമുണ്ടാക്കുന്ന ഒരു വാർത്തയാണ്. 2004 4000 രൂപ കൈവശം വെച്ചു എന്നുള്ളതിന്റെ പേരിൽ ഒരു ചെറുപ്പക്കാരനെ പോലീസുകാരെ പിടിച്ചുകൊണ്ടുപോകുന്നു, പോലീസ് സ്റ്റേഷനിലിട്ടിട്ട് വേദ്യം ചെയ്യുന്നു, മർദ്ദിക്കുന്നു. അവസാനം ആ വ്യക്തി ജീവൻ നഷ്ടപ്പെടുന്നു. 73 വയസ്സുള്ള അമ്മ, ആ അമ്മ നീതിക്ക് വേണ്ടിയിട്ട് ഇപ്പോഴും അലയുകയാണ്. ആ കുറ്റം ചെയ്ത പോലീസുകാരായിട്ടുള്ള ആളുകളെ മുഴുവൻ തന്നെ വെറുതെ വിട്ടു. എന്തുകൊണ്ടാണ് വെറുതെ വിട്ടത്? കാരണം ആ കേസ് അട്ടിമറിക്കാൻ പോലീസിൽ തന്നെയുള്ള ആളുകൾ ഇടപെട്ടു. വാർത്തയിൽ വളരെ കൃത്യമായിട്ടുള്ളതാണ്. ഏതാനും മാസങ്ങൾക്ക് മുൻപാണ് പേരൂർക്കടയിൽ ഒരു വീട്ടിൽ ജോലിക്ക് നിന്നിരുന്ന ഒരു സ്ത്രീ, ഒരു പാവപ്പെട്ട കുടുംബത്തിൽ, ദളിത് കുടുംബത്തിൽപ്പെടുന്ന ഒരു സ്ത്രീ, അവർ ജോലിക്ക് നിന്നിരുന്ന വീട്ടിൽ മോഷണം നടത്തി എന്നുള്ളതിന്റെ പേരിൽ അവരെ പിടിച്ചുകൊണ്ടുപോയി പോലീസ് സ്റ്റേഷനിൽ നിർത്തി. രാവും പകലും നിർത്തി അവര് ദാഹിച്ച് വെള്ളത്തിന് ചോദിച്ചപ്പോ ടോയ്ലറ്റിൽ പോയിട്ട് വെള്ളം കുടിച്ചോളാൻ പറഞ്ഞ പോലീസുകാരാണ്. എന്ത് നടപടി ഉണ്ടായി അതിനുശേഷം? അവരെ അത് കഴിഞ്ഞിട്ട് അവര് മോഷണമൊന്നും നടത്തിയിട്ടില്ല എന്ന് ബോധ്യമായപ്പോൾ അവരെ ഇറക്കി വിട്ടു. പക്ഷെ ഇറക്കി വിട്ടതൊന്നും കാര്യമില്ലല്ലോ. ഈ തരത്തിൽ പാവപ്പെട്ടവർക്ക് നീതി നിഷേധിക്കുന്ന ആളുകൾക്കെതിരായിട്ട് ശക്തമായിട്ടുള്ള നടപടികൾ ഇല്ലാത്തത് കൊണ്ട് അത്തരം സംഭവങ്ങൾ ആവർത്തിച്ചു വരുന്നു. ഈ കഴിഞ്ഞ ദിവസം മറ്റൊരു വാർത്ത നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇടുക്കിയിൽ ഒരു ആദിവാസി പെൺകുട്ടി കൊല്ലപ്പെട്ടു. ആ കൊല്ലപ്പെട്ടതിന്റെ പേരിൽ ഭർത്താവിനെ പിടിച്ച് പോലീസ് അറസ്റ്റ് ചെയ്തു, ലോക്കപ്പിലിട്ടു. അവസാനം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നപ്പോൾ ആന ചവിട്ടിയിട്ടാണ് ഈ പെൺകുട്ടി മരിച്ചത് എന്നുള്ള വസ്തുത പുറത്തു വന്നു. അപ്പോൾ ഇയാളെ ഭർത്താവിനെ പിടിച്ച് പുറത്തു വിട്ടു. അപ്പൊ ഈ സ്വാധീനമില്ലാത്തവർക്ക് എതിരായിട്ട് എന്ത് നടപടിയും സ്വീകരിക്കാം. പാവപ്പെട്ടവർക്കും സ്വാധീനമില്ലാത്തവർക്കും നീതി ലഭ്യമല്ലാത്തൊരു സാഹചര്യം, അത് ഒരു സർക്കാരിന്റെ കീഴിൽ അങ്ങനെ ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെടുമ്പോൾ ഈ നാട്ടിലെ ബഹുഭൂരിപക്ഷം വരുന്ന ജനങ്ങൾ സുരക്ഷിതത്വമില്ലാത്തവരായിട്ടാണ് അവർക്ക് സ്വയം തോന്നുന്നത്. അങ്ങനെ ഒരു സാഹചര്യമാണ് ഇന്നിപ്പോ സംസ്ഥാനത്ത് നടപാടിക്കൊണ്ടിരിക്കുന്നത്. അതിനോടൊപ്പം ഇതിനെയെല്ലാം ചോദ്യം ചെയ്യേണ്ട പ്രതിപക്ഷം, ആ പ്രതിപക്ഷത്തിന് ഇതിനൊന്നും സമയമില്ല. കാരണം പ്രതിപക്ഷം സ്വയം ചോദ്യങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിലാണ്. മലയാളത്തിലൊരു ചൊല്ലുണ്ട്, സ്വതവേ ദുർബല ഇപ്പൊ ഗർഭിണി എന്ന് പറയുന്നത് പോലെയാണ് പ്രതിപക്ഷത്തിന്റെ സ്ഥിതി. പ്രതിപക്ഷം ഇത്രയും കാലം പറഞ്ഞിരുന്നത് ഞങ്ങൾ സഹകരണാത്മക പ്രതിപക്ഷമാണ്. ഇപ്പോ ആ പ്രതിപക്ഷം പ്രതികൂട്ടിൽ നിൽക്കുന്ന സാഹചര്യമാണ്. പ്രതിപക്ഷത്തിൽ ജനപ്രതിനിധികളായിട്ടുള്ള ആളുകൾക്കെതിരായിട്ട് ഉൾപ്പെടെ അങ്ങനെയുള്ള ആളുകൾക്കെതിരായിട്ട് ഒരു പൊതുപ്രവർത്തകനെതിരായിട്ട് ഉയർന്നു വരാൻ പാടില്ലാത്ത തരത്തിലുള്ള ആരോപണങ്ങൾ. പൊതുപ്രവർത്തകർ, ജനപ്രതിനിധികൾ എന്ന് പറഞ്ഞാൽ ഈ നാട്ടിൽ ആർക്കും ഏത് സമയത്തും സമീപിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു ബന്ധം, അങ്ങനെയുള്ള പെരുമാറ്റമാണ് പൊതുപ്രവർത്തകരിൽ നിന്ന് ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ഒരു പെൺകുട്ടിയല്ല, നിരവധി പേർ
ഒരു പൊതുപ്രവർത്തകനെതിരായിട്ട് ഈ തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ ആ പൊതുപ്രവർത്തകനെ MLA സ്ഥാനം രാജിവെപ്പിക്കുക എന്നുള്ളതല്ലേ ആ ആളുടെ പാർട്ടി ചെയ്യേണ്ടത്? പകരം പാർട്ടി ചെയ്തത് എന്താ? MLA ആയിട്ട് സംരക്ഷിച്ചുകൊണ്ട് അയാളെ പാർട്ടിയിൽ നിന്ന് നീക്കി, അയാളെ MLA സ്ഥാനത്തിന്റെ പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് നീക്കി. അതൊക്കെ അവരുടെ ആഭ്യന്തര പ്രശ്നമാണ്, ആ പാർട്ടിയുടെ പ്രശ്നമാണ്. ആ പാർട്ടിയിലായിട്ട് പദവി കൊടുക്കണോ കൊടുക്കണ്ടയോ എന്നുള്ളതൊന്നും ജനങ്ങൾക്ക് ജനങ്ങളുടെ ഒരു പ്രശ്നമല്ല, ജനങ്ങളുടെ താല്പര്യമുള്ള വിഷയമല്ല. അത് പാർട്ടികളിൽ വിശ്വസിക്കുന്ന ആളുകൾ എടുക്കേണ്ട തീരുമാനമാണ്. ജനങ്ങളുടെ താല്പര്യം ഞങ്ങൾക്ക് ഞങ്ങളുടെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് സമീപിക്കാൻ കഴിയുന്ന, ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ജനപ്രതിനിധി ഉണ്ടാകണം. ഇങ്ങനെയുള്ള ഒരാളെ എങ്ങനെ ജനങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റും? അതിനിടയിൽ ഈ തെരഞ്ഞെടുപ്പ് അടുത്ത് വരുമ്പോൾ സർക്കാർ പുതിയ ചില കണ്ണിൽ പൊടിയിടാനുള്ള തന്ത്രങ്ങളുമായിട്ട് ഇറങ്ങിയിരിക്കുന്നു. ഇപ്പൊ പറയുന്നത് ഞങ്ങൾ ആഗോള അയ്യപ്പ സംഘം നടത്താൻ പോകുന്നതാണ്. അയ്യപ്പ സംഗമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയ്യപ്പ ഭക്തരായിട്ടുള്ള ആളുകളാണ് അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കേണ്ടത്. അയ്യപ്പ സംഗമം ഉദ്ഘാടനം ചെയ്യാൻ മുഖ്യമന്ത്രിയെ വിളിക്കുന്നു. മുഖ്യമന്ത്രി ആ വേദിയിൽ പോയിട്ട് ശരണം വിളിക്കും. അയ്യപ്പന്മാരെല്ലാവരും ശരണം വിളിക്കും. വിശ്വാസമുള്ള ആൾക്കാരാണെങ്കിൽ ശരണം വിളിക്കും. എനിക്ക് വിശ്വാസം ഇല്ലെങ്കിൽ ഞാൻ അയ്യപ്പ ഭക്തനല്ല, അയ്യപ്പ ഭക്തനല്ലെങ്കിൽ ഞാൻ ഇനി ശബരിമലയിൽ പോകേണ്ട കാര്യമില്ല. ആരും നിർബന്ധിക്കുന്നില്ല നിങ്ങളെല്ലാവരും ശബരിമലയിൽ പോകണം. താല്പര്യമുള്ളവർ പോയാൽ മതി. അപ്പോൾ അയ്യപ്പ ഭക്തനല്ലാത്ത, വിശ്വാസിയല്ലാത്ത ഒരാൾ അയ്യപ്പ സംഗമം സംഘടിപ്പിക്കുന്നു എന്ന് പറഞ്ഞ് നടത്തുന്ന ഈ പരിശ്രമത്തിന്റെ ഉദ്ദേശം വേറെ എന്തുവാണ്? ഈ പരിശ്രമത്തിന്റെ ഉദ്ദേശം ശബരിമലയോ അയ്യപ്പന്മാരുടെ ക്ഷേമമോ അവരുടെ സൗകര്യങ്ങളോ അല്ല. കാരണം കഴിഞ്ഞ 10 കൊല്ലക്കാലത്തിനിടയിൽ ഒരു സൗകര്യവും പുതുതായിട്ട് സൃഷ്ടിക്കാത്ത ഒരു സർക്കാരാണ്. മാത്രമല്ല, ഈ സർക്കാർ കഴിഞ്ഞ കാലങ്ങളിൽ ശബരിമലയുടെ കാര്യത്തിൽ എടുത്തിട്ടുള്ള സമീപനം നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ അങ്ങനെയുള്ള ഒരു പുതിയ തന്ത്രങ്ങൾ, ഈ തന്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് വോട്ട് നേടിയെടുക്കാൻ വേണ്ടി നടത്തുന്ന ശ്രമങ്ങൾ, ഈ ശ്രമങ്ങൾ ജനങ്ങൾ തിരിച്ചറിയും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതുകൊണ്ട് ജനങ്ങളുടെ ക്ഷേമം ഉറപ്പുവരുത്താൻ കഴിയുന്ന, അഴിമതിരഹിതമായിട്ടുള്ള വികസനം ഉറപ്പുവരുത്തുന്ന, ജനങ്ങളുടെ മുന്നിൽ ജനങ്ങളെ കണ്ണിൽ പൊടിയിട്ട് തട്ടിപ്പ് നടത്തി കബളിപ്പിക്കാൻ ശ്രമിക്കാത്ത ഒരു ഭരണ സംവിധാനം, അങ്ങനെ ഒരു ഭരണ സംവിധാനമാണ് കേരളത്തിൽ ഉണ്ടാകേണ്ടത്, തിരുവനന്തപുരത്ത് ഉണ്ടാകേണ്ടത്. അതുകൊണ്ട് നമ്മൾ ഈ കൺവെൻഷനെ സംബന്ധിച്ചിടത്തോളം ഭാരതീയ ജനതാ പാർട്ടി ഈ നാട്ടിലെ ജനങ്ങൾക്ക് ക്ഷേമം ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടുള്ള നടപടികൾ എടുക്കുന്ന പാർട്ടിയാണ്. ഈ രാജ്യത്തെ എല്ലാ സ്ഥലത്തും ഭാരതീയ ജനതാ പാർട്ടി ഭരണത്തിലെത്തിയിട്ടുള്ള മുഴുവൻ സ്ഥലങ്ങളിലും അവിടെ ജനങ്ങൾക്ക് ക്ഷേമവും പുരോഗതിയും ഉറപ്പുവരുത്താൻ ആവശ്യമായിട്ടുള്ള നടപടികൾ എടുത്തിട്ടുള്ള ഒരു ഭരണം കാഴ്ചവെക്കാൻ ഭാരതീയ ജനതാ പാർട്ടിക്കും ദേശീയ ജനാധിപത്യ സഖ്യത്തിനും സാധിച്ചിട്ടുണ്ട്. കേരളത്തിൽ കഴിഞ്ഞ എത്രയോ വർഷങ്ങളായിട്ട് മാറിയിട്ട് സർക്കാരുകൾ ഭരിക്കുന്നു. ഏത് സർക്കാർ ഭരിച്ചാലും സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം കോരന് കഞ്ഞി കുമ്പിളിൽ തന്നെ എന്ന് പറഞ്ഞതുപോലെയുള്ള സ്ഥിതിയാണ്. സാധാരണക്കാരന്റെ സാഹചര്യങ്ങളിൽ ഒരു മാറ്റം വരുന്നില്ല. കേരളത്തിൽ തൊഴിലില്ലായ്മ അതിരൂക്ഷമായിട്ട് തുടരുന്നു. തൊഴിൽ തേടി സംസ്ഥാനത്ത് സാഹചര്യങ്ങളില്ലാത്തത് കൊണ്ട് അന്യ സംസ്ഥാനങ്ങളിലേക്കും അന്യ രാജ്യങ്ങളിലേക്കും പോകേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാകുന്നു. കേരളത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠനാനുകൂലമായിട്ടുള്ള അന്തരീക്ഷമില്ലാത്തത് കൊണ്ട് പഠനത്തിനുള്ള സൗകര്യങ്ങൾ തേടി സാമാന്യ ശേഷിയുള്ള മുഴുവൻ ആളുകളും അന്യ സംസ്ഥാനങ്ങളിലാണ് കുട്ടികളെ ഇപ്പോൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം പറഞ്ഞു, കേരളത്തിലെ ആരോഗ്യ മേഖലയിൽ മെഡിക്കൽ കോളേജുകൾ വളരെ ഒന്നാംകിട നിലവാരത്തിലുള്ളതാണ്. എനിക്ക് തോന്നുന്നു മുഖ്യമന്ത്രി മെഡിക്കൽ കോളേജിന്റെ പരിസരത്ത് തന്നെ പോയിട്ട് കാലങ്ങളായി. കാരണം നിങ്ങളെ പോലെയുള്ള ആൾക്കാർ മെഡിക്കൽ കോളേജിൽ നമ്മളൊക്കെ ഇടയ്ക്കിടയ്ക്ക് പോകുന്ന ആൾക്കാരാണ്. ഒരു ബെഡിൽ 2 ആൾ കിടക്കുന്നത് നമുക്ക് മനസ്സിലാക്കാം. ഒരു ബെഡിൽ 2 ആൾ കിടക്കുന്നതും അതിന്റെ താഴെ വേറെ 2 ആൾക്കാർ കിടക്കുന്നു. അതാണ് ഇപ്പോഴത്തെ നമ്മുടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ സ്ഥിതി. പക്ഷെ മുഖ്യമന്ത്രി പറയുന്നത് എന്താ? ലോകോത്തര നിലവാരമാണെന്നാണ്. ഒരു ബെഡിൽ 2 ആൾ കിടക്കുന്നത് അസുഖം ബാധിച്ച്, കാരണം
ആശുപത്രിയിൽ പോകുന്നത് അസുഖമുള്ള ആൾക്കാരാണ്. ഒരാൾക്ക് ഒരസുഖം, വേറൊരാൾക്ക് വേറൊരു അസുഖം. ഈ രണ്ടുപേരും ഒരുമിച്ച് കിടന്നതിൽ എന്താ സംഭവിക്കുക? ഈ അസുഖമുള്ള ആൾക്ക് മറ്റേയാളുടെ അസുഖം കൂടി ഇങ്ങോട്ട് പകരും. എങ്ങനെ ജീവിതം സുരക്ഷിതമായിട്ടുണ്ടാവും? അപ്പൊ ആ തരത്തിൽ കേരളത്തിലെ ആരോഗ്യ മേഖലയും വിദ്യാഭ്യാസ മേഖലയും തൊഴിൽ മേഖലയും ഒക്കെ കഴിഞ്ഞ എത്രയോ വർഷങ്ങളായിട്ട് മാറി മാറി ഭരിക്കുന്ന ഈ രണ്ട് മുന്നണികളുടെ ഭരണത്തിന് കീഴിൽ തകർന്ന ഒരു സാഹചര്യം. ഈ സാഹചര്യത്തിലാണ് കേരളത്തിൽ ഒരു മാറ്റത്തിന് വേണ്ടിയിട്ടുള്ള പരിശ്രമം. രാജ്യം മുഴുവൻ 2047 ഒരു വികസിതമായിട്ടുള്ള രാജ്യത്തെ സൃഷ്ടിക്കാൻ, വികസിതമായിട്ടുള്ള ഭാരതത്തെ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയുടെ ശ്രമം, ലക്ഷ്യം, ആ ലക്ഷ്യത്തോടൊപ്പം കേരളത്തെയും തിരുവനന്തപുരത്തെയും ആ വികസനത്തിന്റെ പാതയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ, ആ പരിശ്രമങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ഒരു ഭരണ സംവിധാനം തിരുവനന്തപുരത്ത് ഉണ്ടാകാൻ ഭാരതീയ ജനതാ പാർട്ടിയും ദേശീയ ജനാധിപത്യ സഖ്യവും ജനങ്ങളുടെ പിന്തുണ ആർജിക്കേണ്ട ആവശ്യമുണ്ട്. അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ വരും ദിവസങ്ങളിൽ കൂടുതൽ ശക്തമായിട്ടുള്ള രീതിയിൽ സംഘടിപ്പിക്കാൻ നമ്മൾക്ക് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട്, അതിനു വേണ്ടിയിട്ട് എല്ലാവരോടും അഭ്യർത്ഥിച്ചുകൊണ്ട് എന്റെ പ്രസംഗം ശ്രമിക്കുന്ന മുഴുവൻ ആളുകളോട് ഈ കാര്യങ്ങൾ കക്ഷിരാഷ്ട്രീയ പരിഗണനകൾ മാറ്റിവെച്ചുകൊണ്ട് നാടിന്റെ പുരോഗതിയും നന്മയും മാത്രം കരുതി, അതിനെ മാത്രം പരിഗണിച്ചുകൊണ്ട് തീരുമാനങ്ങൾ എടുക്കാൻ തയ്യാറാവണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം.